welcome back to our channel. അങ്ങനെ guys നമ്മൾ വീണ്ടും ഒരു വെറൈറ്റി ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. 100 colors drawing challenge. Guys നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ഡ്രോയിങ് ചാലഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാൻവാസും ബോർഡും ഒക്കെ ഗയ്സ് ബാക്കിൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 100 കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമുക്ക് ശ്രീ ഗിഫ്റ്റ് ചെയ്ത കളേഴ്സ് ആണ് കേട്ടോ. ഓരോരുത്തർക്കും 100 കളേഴ്സ് വീതമുണ്ട്. പല കളേഴ്സിന്റെ ഷെയ്ഡുകളാണ് ഗയ്സ് ഇതിൽ മൊത്തം വരുന്നത് കേട്ടോ. 1 ഇതാ 2 ഇതാ 3 ഇതാ 4 എന്ന് വെച്ചാൽ റെഡിന്റെ ഷെയ്ഡ്സ്, പിങ്കിന്റെ ഷെയ്ഡ്സ്, ബ്ലൂവിന്റെ ഷെയ്ഡ്സ്, ഗ്രീനിന്റെ ഷെയ്ഡ്സ്, അങ്ങനെ വേണ്ട എല്ലാ കളറും 100 കളർ ഫുൾ സെറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സ് വെച്ചിട്ടാണ് ഇന്ന് ഓരോരുത്തരും ഈ ക്യാൻവാസിൽ പിക്ചർ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് ഓരോ തീം വീതം തരും. അപ്പൊ ആ തീമിൽ നമുക്ക് എന്താണോ തോന്നുന്നത് ആ പിക്ചർ നമുക്ക് നമ്മുടെ ക്യാൻവാസിൽ വരയ്ക്കാം. പക്ഷെ ആ വരയ്ക്കുന്ന പിക്ചറിൽ നമ്മൾ മാക്സിമം കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അത് ഭയങ്കര കളർഫുൾ ആയിട്ട് വേണം നമ്മൾ ആ പിക്ചർ വരച്ചെടുക്കാൻ കേട്ടോ. കാരണം 1-2 കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താൽ പോരാ. മാക്സിമം കളേഴ്സ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം ആ പിക്ചർ വരച്ചെടുക്കാൻ. ഏറ്റവും നന്നായിട്ട് ആരാണോ പിക്ചർ വരയ്ക്കുന്നത് അവരായിരിക്കും വിന്നർ. അപ്പൊ വിന്നർ ആരാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഗൈസ്. അപ്പൊ പിക്ചർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എന്തായാലും ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ റൗണ്ടിൽ തീം സെറ്റ് ആക്കിയിട്ട് തരുന്നത് സല്ലുവാണ്. ഏതാ തീം എന്താ തീം എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറെ കാലമായി ഡ്രോയിങ് ചാലഞ്ച് ചെയ്തിട്ട് പിന്നെ ഈ ക്യാൻവാസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഭയങ്കര കൊതി ഇത് കണ്ടപ്പോൾ ഡ്രോയിങ് ചെയ്യാൻ കണ്ടോ ഇങ്ങനെ അതെ ഇങ്ങനെ 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 വരയ്ക്കാനൊക്കെ നല്ല രസമല്ലേ? അപ്പൊ ഫസ്റ്റ് റൗണ്ടിലെ തീം വരുന്നുണ്ട് ഗൈസ്. തുറന്നോക്കട്ടെ. തുറക്ക്. ഫാന്റസി വേൾഡ്. ഭയങ്കരമായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാൻ പറ്റും. ഫാന്റസി ആയതുകൊണ്ട് തന്നെ പക്ഷെ ഏത് രീതിയിലുള്ള ഫാന്റസി വർക്ക്ഔട്ട് ആക്കി എടുക്കും. പക്ഷെ നമുക്ക് വേറെ പ്രശ്നമുണ്ട്. ഫാന്റസി വേൾഡ് ആലോചിച്ചുണ്ടാക്കി വരച്ച് കളർ ചെയ്ത് വരണം ഗൈസ്. ഞാൻ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഇതിന്റെ അടുത്തൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെയാ വെച്ചാല് എന്താ ഇതില്ലേ അണ്ണാനൊക്കെ ഇങ്ങനെ മരത്തിന്റെ അവിടെ വീട്, മരത്തിൽ തന്നെ ഒരു വീടിന്റെ സെറ്റപ്പ് ഒക്കെ, അതാണ് എന്റെ തലയിൽ വന്നത്. ഞാൻ അതാട്ടോ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. എനിക്ക് മറ്റേ മത്സ്യകന്യകൻ എനിക്ക് പെട്ടെന്ന് വന്നത് എങ്ങനെയാ ഓരോന്ന് ശരിയല്ലോ. വരച്ചു തുടങ്ങിയോ? ഞാൻ മറ്റേ ഈ കൂണില്ലേ, കൂണിന്റെ ഒരു വീടാണ് വരയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് വരച്ച് തെറ്റിട്ടുണ്ട്. അപ്പൊ മാറ്റാം. ഞാൻ വരച്ചു ഇവിടെ എന്തോ ചോദ്യത്തിന് ശരിയായി. പക്ഷെ ഇങ്ങോട്ട് വരയ്ക്കാൻ എനിക്ക് അറിയില്ല. ഞാൻ മെർമെയ്ഡിനെയാണ് ഫസ്റ്റ് തന്നെ വരയ്ക്കുന്നത്. നമുക്കൊരു പണിയാ, മുടി വരച്ച എളുപ്പമായിരിക്കും. അപ്പൊ മുടി വരയ്ക്കാം. ഞാൻ എന്താ വരച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ രണ്ടും ഇങ്ങനെ പച്ചപ്പ്, ഇതൊരു പാത, ഇനി ഇവിടെ ഒരു വീടിന്റെ ആ ഒരു വാതില് പോലെ വരയ്ക്കണം, പിന്നെ മരം. അതാട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഗൂഢാലോചന. ഞാൻ വരയ്ക്കുന്നത് സ്പൂണിന്റെ വീടാണ്. ഈ ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ. നമ്മൾ ചെറിയ ബുക്കിൽ വരയ്ക്കുന്ന പോലെ അല്ലല്ലോ ഈ ക്യാൻവാസിൽ വരയ്ക്കുമ്പോ. ഞാൻ പൊതുവേ ചിത്രം വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഗൈസ്. ഞാൻ വരയ്ക്കും, പിന്നെയും വായിക്കും, പിന്നെയും വരയ്ക്കും, പിന്നെയും വായിക്കും. അതന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എടുത്ത തീം കുറച്ച് ടഫായോ? എനിക്കിപ്പോ ഒരു ഡൗട്ട് തോന്നുന്നു. ഗൈസ് ഞാനിത് അവിടെ എന്താ വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇത് വീടാണ്. ഇതിനി വരച്ച് ഞാൻ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നേ ഉള്ളൂ. ഇതിനി വരച്ച് വരച്ച് വരുമ്പോൾ രസമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ വിചാരിച്ച തീം കുറച്ച് ടഫാണോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് വരച്ചു നോക്കാം. ഗൈസ് ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു ബട്ടർഫ്ലൈന്റെ ഒരു കൂട് പോലത്തെ വീടാണ് കേട്ടോ. അത് ചിറകൊക്കെ ഉള്ള വീടാണ്. ഏകദേശം അതിന്റെ ഒരു എന്താ പറയാ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഇതിന് വാതിൽ വരയ്ക്കാണ്ട്, ജനല് വരയ്ക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കർ വെച്ചിട്ട് ഇത് വരച്ചെടുക്കാം. അപ്പോഴേ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോഴും മത്സ്യകന്യകനെ വെച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്കിത് ശരിയാവണില്ല. കയ്യിൽ നീളം കൂടിപ്പോയി തോന്നുന്നു. കുറച്ച് നീളം കുറയ്ക്കാം നമുക്ക്. ഗൈസ് ഞാൻ നേരത്തെ വരച്ചതിൽ 3 വീടുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റിയിട്ട് ഒരൊറ്റ വീടാക്കിട്ടോ. കാര്യം 3 വീട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്രെയിമിൽ അത് അത്ര ഓക്കെ ആവുന്നില്ല. അപ്പോൾ ഒരൊറ്റ വീടാക്കിയിട്ടുണ്ട്. ഇവിടെ അതാ ഈ മരം വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ, ഇങ്ങനെ സ്പൈറൽ പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കി ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് വരച്ചതിന് ശേഷം കളർ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഞാനിതാ ഇവിടെ ഏകദേശം ആ ഒരു വീട് മൊത്തത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. എനിക്കിതാ ഇവിടെ ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് ഇലകൾ വരയ്ക്കാനുണ്ട്, പിന്നെ വിൻഡോ വരയ്ക്കാനുണ്ട്, പിന്നെ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ ഗേളിനെ ഞാൻ ഇതിൽ വരച്ചിട്ടുണ്ട്. അത് റെഡി ആയിട്ടില്ല. അത് റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ഈ മെർമെയ്ഡിന്റെ
മുടി ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പാറ്റേൺ ആണ്. ഇതിങ്ങനെ അടുപ്പിച്ച് നമ്മൾ വരയ്ക്കും. എന്നിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ തിരമാലകൾ കൊടുത്തിട്ട് ആ തിരമാലകൾക്ക് ലെയർ കൊടുക്കും. അപ്പൊ അതാവുമ്പോൾ ഭൂരിഭാഗം കവേർഡ് ആയി കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ മുടി വരച്ചെടുക്കാറുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഗൈസ്. ഞാനിത് വീടിന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഞാൻ ഔട്ട്ലൈൻ കൊളായി പോയി കഴിഞ്ഞാൽ മായ്ക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് പേര്. പക്ഷെ ഷാമിന്റെ ചിത്രം ഇപ്പൊ നല്ല ഭംഗിയിലൂടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ആ ഔട്ട്ലൈന് വന്നാലാണ് അതിന്റെ കറക്റ്റ് ഭംഗി അറിയാം. ഞാനിതാ ഈ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ ഒരു റാൻഡം ആയിട്ട് കല്ലുകൾ വെച്ച പോലത്തെ ഒരു വഴി പോലെ വരച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ വരച്ച് ആ ഒരു ഔട്ട്ലൈനും കളറൊക്കെ വരുമ്പോഴാണ് ഗൈസ് അതിന്റെ ഭംഗി അറിയാം. ഇത് ഭംഗി ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് വരച്ചിട്ട് നോക്കാം. എന്റെ 2 തട്ട് വീടാണ്. അതിന്റെ ഏകദേശം മോൾഭാഗം കഴിയാറായി കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള ഈ റൗണ്ട് ഇല്ലേ, അത് ഈ ഒരു കുഞ്ഞ് സ്കെച്ച് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ഗൈസ് ഞാനിത് അവിടെ ഒരുവിധമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ വീടിന്റെ ഈ ഒരു ഡോറിന് ഞാൻ ബ്ലൂ കളറായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതില് ഷെയ്ഡ് നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഓരോ ഷെയ്ഡായിട്ട് ഏത് വേണമെന്ന് തീരുമാനിക്കാം. അത് കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. പക്ഷെ നമുക്കൊരു പേസ്റ്റൽ ഷെയ്ഡിൽ അങ്ങനെ നോക്കുമ്പോഴാണ് ഗൈസ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 2-3 ഷെയ്ഡ്സ് ഇങ്ങനെ വെച്ചോക്കോ. അതൊക്കെ ഡാർക്കാണ്. ഇവിടെ ഉണ്ട് ഏതൊരു കളർ. ഇത് ഒരു ഗ്രീൻ ടൈപ്പിലോട്ട് വരുന്നതാണ്. ഒന്നെങ്കിൽ അങ്ങനത്തെ എടുക്കണം, അല്ലെങ്കിൽ പ്യുവർ ഒരു ബ്ലൂ തന്നെ എടുക്കണം കേട്ടോ നമുക്ക്. ഞാനിത് ഈ ഫസ്റ്റ് യെല്ലോൻ്റെ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് ജനലാണ്. ഇതിനാട്ടോ ഞാൻ ആദ്യം കളർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കളർ ചെയ്ത് തുടങ്ങാം. അതായത് ഉള്ളിൽ ലൈറ്റ് ഉണ്ട് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ ജനലിൻ്റെ ഉള്ളിൽ ഞാൻ യെല്ലോ കൊടുക്കുന്നത്. ഗൈസ് ഞാൻ അവസാനം അത് കംപ്ലീറ്റ് ആക്കി. ഇത് കണ്ടോ, ഇത് ഫുള്ള് തിരമാലകളാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെർമെയ്ഡ് ഇരിക്കുന്നത്. മെർമെയ്ഡിന്റെ മുടി വരച്ചെടുക്കാൻ ഞാൻ കുറച്ച് പാട് വിട്ടു, പക്ഷെ എന്നാലും അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ലാൻഡാണ്. അത് നമുക്ക് കളർ കൊടുക്കുമ്പം ഈ എന്താണ് പറയുക, ഇവിടെ ചെറുതായിട്ട് ആ ഒരു ബ്രൗൺ കളറൊക്കെ കൊടുത്തിട്ട് അത് സെറ്റ് ആക്കാം. ഇത് മേഘമാണ് ഗൈസ്. അപ്പോൾ ഇതേ പാറ്റേണിൽ ശരിക്കും ഇതും വരണം. തൽക്കാലം ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ മേഘവും കൂടി കംപ്ലീറ്റ് ആയാൽ ഈ സാധനം ഏകദേശം കംപ്ലീറ്റ് ആവും. ബാക്കി നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഈ പിക്ചർ ഇങ്ങനെ തന്നെ ഇട്ടാലും ഭംഗി ഉണ്ടാവും. ഇത് ഇവിടെയൊക്കെ എന്തെങ്കിലും കൊടുത്താലും ഭംഗി ഉണ്ടാവും. ഞാനപ്പോൾ ഇതിൽ കളർ ഫസ്റ്റ് എടുക്കാൻ പോവാണ്. എനിക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡൊക്കെ അല്ലേ, ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത്. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര ബ്രൈറ്റ് ആണ്. ഇതും രസം ഉണ്ടാവും. ഇതെന്തോ നോക്കട്ടെ, ഇതിന് ചെറിയ ലൈറ്റർ ഷെയ്ഡ്. അപ്പം ഇത് മതി. ഇതൊന്ന്, പിന്നെ ഇതുണ്ടോ, ശരിക്കും എൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ അതിനോടടുത്ത് നിൽക്കുന്ന കളറ് ചിലപ്പോൾ ഇത് രസമുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അല്ല ഗൈസ്, അതുമല്ല. ഈ കളർ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് ഗൈസ്. ഞാനിവിടെ ഇതൊരു ബട്ടർഫ്ലൈ ഗേളിനെ വരച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് ഫുൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിന് വിൻഡോ വരച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇവിടെ ഫിൽ ചെയ്ത് വരാനുണ്ട്. ഞാൻ കളർ ചെയ്തിട്ട് ഇതാ ഈ ഡോറ് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലൂ കളറിൽ. എനിക്ക് അറിയുന്നില്ല അത് എങ്ങനെയായി വരും കേട്ടോ. ഇവര് ഔട്ട്ലൈൻ കൊടുക്കാനാട്ടോ കളർ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഔട്ട്ലൈൻ വരച്ചിട്ടാണ് കളർ കൊടുക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈ കളേഴ്സ് ഇവിടെ ഡാർക്ക് ആയിട്ട് നിന്നിട്ട് അതിന്റെ മുകളിൽ ചെറിയ ഔട്ട്ലൈൻ കൊടുത്താൽ മതി. ഇത് ഓൾറെഡി ഈ പെൻസിലിന്റെ ഡാർക്കാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഡാർക്ക് കൊടുത്താൽ ശരിയാവില്ല ഗൈസ്. അതിനോടാണ് ഞാൻ ഇവിടെ ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് വരഞ്ഞു നോക്കാം. ഇതിൽ വരയാം. ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കൊടുക്കണം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വന്നാലേ ഇതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഈ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ കളറിലേക്ക് കടക്കാണ് കേട്ടോ. ഈ കളറിങ് ഇപ്പൊ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തീരൂല ഗൈസ്. കാരണം ഇതെന്തെങ്കിലും കളർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആവും. അപ്പൊ ഞാൻ ഇത് കളർ സെലക്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാത്തിന്റെയും ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഷെയ്ഡ്സ് ഒക്കെ റെഡി ആക്കാൻ ഞാൻ ഇതിൽ വെച്ചതാണ്. ഇതിൽ ഒരുപാട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വന്നു കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവില്ല. ഞാനിതപ്പോൾ ആ ഡോറിന്റെ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല ഇത് എന്തായി വരും എന്നുള്ളത്. ഇവിടെ ഞാൻ മറ്റേ എന്താ പറയുക, ഡോർ അടയ്ക്കാനുള്ള മറ്റേ അഴിയില്ലേ, അതൊക്കെ ആണ് കേട്ടോ ഇതുള്ളത്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഔട്ട്ലൈൻ എടുത്ത് വരുമ്പോൾ രസം ഉണ്ടാവുന്ന വിചാരിക്കുന്നത്. നമുക്ക് ബാക്കിയും കൂടി ചെയ്യാം. ഞാനിവിടെ തിരമാലകളെ കഷ്ടപ്പെട്ട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനത്തെ സ്പൈറൽ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്പൈറൽ, അതെ, 5ന്റെ ഇതേപോലെ സ്പൈറലാ. ഞങ്ങളത് 2 പേരത് തീരാൻ കുറച്ച് സമയം എടുക്കും. ഞാനും അങ്ങനെ കളറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിച്ചു. ഞാനത് പിങ്കിലാണ് കേട്ടോ തുടങ്ങുന്നത്. ഈ വീടിന്റെ ഒരു എന്താ പറയാ ചിറകിന് ഞാൻ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. ഒരു പിങ്കും ലൈറ്റ് ഗ്രീൻ തീമിൽ പോവാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്.
അപ്പൊ നമുക്കിത് കളർ ചെയ്യാം. ഞാനിതാ ഗൈസ് കളർ ചെയ്തിട്ട് രണ്ടാമത്തെ തിരമാല കംപ്ലീറ്റ് ആവാനായി. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ കളർ ചെയ്യണം, അപ്പോഴേ അത് ആ തിരമാലകൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇങ്ങനെ തോന്നുള്ളൂ. കാരണം ഓൾറെഡി ബ്രഷ് പെൻ ആയതുകൊണ്ട് ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഓവർലാപ്പിങ് വരും. അപ്പോൾ ആ ഓവർലാപ്പിങ് നമ്മൾ വേറെ ഏതെങ്കിലും പാറ്റേണിലാണ് ചെയ്യുന്നത് വെച്ചാൽ അത് ശരിക്കും എന്താ പറയുക, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ വരുന്നത് വെച്ചാൽ അത് അങ്ങനെ തന്നെ കിടക്കും, അതങ്ങനെ കിടക്കാൻ പാടില്ല. ഞാനിത് അവിടെ താഴെ കുറച്ച് മഷ്റൂം വരച്ചിട്ടുണ്ടായിരുന്നു, അതിന് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മേലഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി ഇപ്പുറത്തേന് കളർ ചെയ്യാം. ഞാനിതാ പറ്റുന്ന അത്ര വേഗത്തിൽ തിരമാലകൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ മെർമെയ്ഡിനെ കളർ ചെയ്യാൻ ഗൈസ്. ഇത് ഒരേ ഡയറക്ഷനിൽ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ വേഗം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പല ഡയറക്ഷനിൽ ചെയ്തെടുത്ത് വൃത്തിയാടായി ഗൈസ്. അയ്യോ, ഇത് 5 ഒരു ഡയറക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമല്ല. അതെനിക്കറിയാം, ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്. കുഴപ്പമില്ല, പക്ഷെ ആ വീടിന് വരുമ്പോ പണിയാവും. വീടിന് വരുമ്പോ പണിയാവും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇത് കുറച്ച് ഡാർക്ക് ആക്കി കുഴപ്പമില്ലല്ലോ. ഇത് അങ്ങനെ ചെയ്യുമ്പോ ഒരു സൈഡ് നമ്മൾ ഡാർക്കും ഒരു സൈഡ് ലൈറ്റും അതും ഭംഗിയാണ്. കണ്ടോ, ഭംഗിയായാ മതി. ശ്രീ ഭയങ്കര വലിയ ആർട്ടിലേക്ക് പോയിരിക്കുന്നു. ഇത് തുടങ്ങണ്ടായിരുന്നു പോയെങ്കിൽ ഇത് ഞാൻ എങ്ങനെ തീർക്കും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ആരെങ്കിലൊക്കെ വന്നിട്ട് ഇപ്പുറത്തെ കൂടി കളർ ചെയ്ത് ഞാൻ എൻ്റെ ആ മരത്തിന്റെ ഉള്ളിലുള്ള സ്പൈറൽസ് അയ്യോ കളർ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കളർ ചെയ്ത് എനിക്ക് ക്ഷീണായി. ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ ഇത്രയും കളേഴ്സ് യൂസ് ചെയ്തിട്ടോ. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന കളേഴ്സ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ട്. ഞാനിപ്പോഴും തിരമാലയല്ല, അകപ്പെട്ടു പോയി. കയറിയില്ലെങ്കിൽ സമയം പോകും. ഞാനിതപ്പോ ഇവിടെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല. മരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഊഞ്ഞാല് വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ബ്ലോക്കുകളില്ലേ അതൊന്ന് ഫില്ല് ചെയ്യണം. അതിന് ഏത് കളർ എടുക്കണം എന്ന് ആദ്യം തീരുമാനിക്കണം. ഏകദേശം ഇത് ഓക്കെയാണ്, കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ബ്ലാക്കിന്റെ ഷെയ്ഡ്സുകൾ പോലെ പോവാട്ടോ. ഏകദേശം ഇത് കഴിയാറായി ഗൈസ്. ഞാൻ ഇനിയും ഇതിൽ കൂടുതലായിട്ട് ഓരോന്ന് വരയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഇനി ഇത് മൊത്തം പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിതാ പല പിങ്കിന്റെ വയലറ്റിന്റെ ഒക്കെ ഷെയ്ഡ്സ് ആയിട്ട് അവിടെ ഫുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കായി. ഇനി ഈ വട്ടത്തിന്റെ ഉള്ളിൽ ഞാൻ കളർ ചെയ്തോണ്ടിരിക്കുക ഗൈസ്. ഞാനിപ്പോഴും തിരുമാനയുടെ മുകളിൽ കളിച്ചോണ്ടിരിക്കുക. തിരുമാനം വരയ്ക്കേണ്ടായിരുന്നു അവസ്ഥയിലായിപ്പോയി. ഞാൻ മിക്കവാറും ഇതിനവിടെ എംപ്റ്റി ആക്കിയിടും, എന്നിട്ട് ഈ തിരമാല മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. ഞാൻ ഫൈനലി ഈ തിരമാല തീർത്ത് അതിനുശേഷം ഞാൻ ഇതാ ക്ലൗഡിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഈ ക്ലൗഡ് മാത്രം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ മെർമെയ്ഡിലേക്ക് കടക്കും. കാരണം മെർമെയ്ഡിന് ഇതുവരെ കളേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഏകദേശം ഞാനിത് കളേഴ്സ് മൊത്തം കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതാ അതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെടികൾ പോലെ വെച്ചിട്ടുണ്ട്, കല്ല് പോലെ വെച്ചിട്ടുണ്ട്. ഇതും കൂടെ കളർ കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാനിതാ ഈ ഏരിയ മൊത്തം കംപ്ലീറ്റ് ചെയ്യാണ്. പിന്നെ ഈ ഒരു ഭാഗമാണ് എനിക്ക് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ ഒരുവിധം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തത് മെർമെയ്ഡിന് കളർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹെയറിന് ഇങ്ങനത്തെ ഒരു കളർ മതിയോ ഹെയറിന്? ഒന്ന് നോക്കി നോക്കാം. അയ്യേ ഇതല്ല, എനിക്ക് മെർമെയ്ഡിൻ്റെ ഹെയറിന് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് അല്ലേ ഇത്? ലൈറ്റ് ഓറഞ്ച് കിട്ടി ഗൈസ്. അപ്പോൾ ഈ ലൈറ്റ് ഓറഞ്ചാണ് ഞാൻ നേരെ ഹെയറിന് കൊടുക്കാൻ പോകുന്നത്. ഈ കളറാണ് എനിക്ക് ശരിക്കും മെർമെയ്ഡിൻ്റെ ഹെയറിന് വേണ്ട കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരയ്ക്കുന്നത് കാണാൻ. അപ്പോൾ ഇത് നേരെ നമുക്ക് ഇങ്ങനെ ഇവിടെ കൊടുക്കാം. ഇവിടേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. ഞാൻ അടുത്ത കളർ ചെറുതായിട്ട് ഈ മുടി ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നത് പോലെ മെർമെയ്ഡിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുടിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ഡ് പോകുന്ന പോലെ ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആയി നിൽക്കും. പെൻസിലോണ്ട് വരഞ്ഞത് ഇനിയിപ്പോൾ മായ്ക്കുക എന്നുള്ളതോ അതിൻ്റെ മുകളിൽ കൂടെ വേറെ ഔട്ട്ലൈൻ കൊടുക്കുക എന്നുള്ളതോ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ ഒരൊറ്റ ഓപ്ഷൻ എൻ്റെ മുന്നിൽ കണ്ടുള്ളൂ. മുടി നല്ല കട്ടിയുള്ള മുടി ആയിക്കോട്ടെ. ഞാൻ വരച്ചിട്ടുള്ള മരത്തിന് ഔട്ട്ലൈൻ പോലെ ബ്ലാക്കിൽ ഇങ്ങനെ സ്പൈറൽസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ ഞാൻ ചെറുതായിട്ട് ഈ ഒരു കളർ കൊടുക്കുന്നുണ്ട്. കയ്യല്ലേ, ഇനി ഇവിടെ മുതൽ വാലാണ്. വാലിന് ഇവിടെ ശരിക്കും നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
അതിന് എനിക്ക് തോന്നുന്നു ഇവിടെ ബ്ലൂ അല്ലേ വരുന്നത്, ഇവിടെ എനിക്ക് തോന്നുന്നു പർപ്പിളിന്റെ ഷെയ്ഡ് എടുത്താൽ രസം ഉണ്ടാവും, പിങ്കിന്റെ ഷെയ്ഡ് എടുത്താലും രസം ഉണ്ടാവും. ഏതൊക്കെ നന്നാവുക ഗൈസ്? നമ്മൾ മെർമെയ്ഡിന്റെ വാല് കളർ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ 2 പിങ്ക് ഷെയ്ഡായിട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ലൈറ്റ് പിങ്ക്, ഇത് ഡാർക്ക് പിങ്ക്. നമുക്ക് ലൈറ്റ് പിങ്ക് വെച്ചിട്ട് ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഹായ്, നല്ല രസമുണ്ട്. ഇത് നല്ല രസമുണ്ട്. ഹായ്, നല്ല രസം, നല്ല രസമല്ലേ? നല്ല ഭംഗിയുണ്ടാണ്. എനിക്ക് ആ ഹെയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെയർ ഇത് കുറച്ച് കളർ യൂസ് ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ വേറെ ഷെയ്ഡ് യൂസ് ചെയ്തത്, പക്ഷെ അത് കറക്റ്റ് ആയി കിട്ടി. ഒരു ഗോൾഡൻ ഹെയർ. ആ മെർമെയ്ഡ് ഈ സ്വർണ്ണ മത്സ്യകന്യക. അപ്പൊ കടലിന്റെ അടിയിൽ നിന്ന് മെർമെയ്ഡിന് കടലിന്റെ അടിയിലേ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മെർമെയ്ഡ് എന്നിട്ട് പുറത്തുള്ള ഭൂമിയെ നോക്കിയിരിക്കുകയാണ്. ആ ഒരു ഫാന്റസിയാണ് ഞാൻ ഇവിടെ വരയുന്നത് ഗൈസ്. ഓ എന്താ ഭീകരമായ അതെ. അങ്ങനെ ഗൈസ് കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങളുടെ 3 പേരുടെയും പിക്ചേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് തന്ന തീം എന്ന് പറയുന്നത് ഫാന്റസി വേൾഡ് ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും ഇമാജിനേഷനിൽ നിന്ന് വന്ന ഓരോ ഫാന്റസി വേൾഡ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഞങ്ങളുടെ 3 പേരുടെ ഫാന്റസി വേൾഡ് ഓരോരുത്തരുടെ ഓരോ തീമിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അതെ, ഇതെന്ന് പറഞ്ഞാല് എന്താണ്, കടലിന്റെ ഉള്ളിൽ നിന്ന് ഭൂമി കാണാൻ വേണ്ടി പുറത്തേക്ക് വന്ന ഒരു മത്സ്യകന്യകയാണ് ഗൈസ്. ആ മത്സ്യകന്യക ഭൂമിയിലെ ബാക്കിയുള്ള എല്ലാ എന്താ പറയാ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. മത്സ്യകന്യക അതേ ഇങ്ങനെ ദൂരേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ആ മുകളിൽ ഇതേ മേഘങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് എന്താണ് പറയാ, ഒരു പാറക്കെട്ട് പോലെ ഞാൻ ഇവിടെ ഒരു കളർ ഷെയ്ഡ് വേറെ ഒന്ന് കൊടുത്തതാണ്. തിരമാലകൾ ഇതേ ഫുള്ള് ഇവിടെ മൊത്ത തിരമാലകളാണ്. അപ്പൊ ഈ തിരമാലകളിലേക്ക് കാലിട്ടിരുന്ന് ദൂരേക്ക് നോക്കിയിരിക്കുന്ന ഒരു മത്സ്യകന്യകക്ക് കാലില്ല, പക്ഷെ വാലുണ്ടല്ലോ. അപ്പൊ ആ വാല് വെച്ചിരിക്കുന്ന ഒരു അതെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു മത്സ്യകന്യകനെയാണ് ഞാൻ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ആ ഹെയർ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഗോൾഡൻ ഹെയർ. ആ ഒരു സ്വർണ്ണ മത്സ്യകന്യക. അതായത് ഈ പിക്ചർ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഗൈസ്, മത്സ്യകന്യകക്ക് ഭൂമിയിലേക്ക് വരാൻ ഒരു ആഗ്രഹമുള്ള പോലെ ഉണ്ട്. അതെ, ആ ഒരു രീതിയിലാണ് അപ്പൊ ഈ പിക്ചർ ഇരിക്കുന്നത് ഗൈസ്. ഇതാണ് അപ്പൊ എന്റെ ഫാന്റസി വേൾഡ്. ഇനി അടുത്ത എന്റെ ഫാന്റസി വേൾഡിലേക്ക് വരാം. എന്റെ ഫാന്റസി വേൾഡ് എന്ന് പറയുന്നത് ഗൈസ് ബട്ടർഫ്ലൈ ഹോം ആണ്. അതായത് ബട്ടർഫ്ലൈന്റെ ഒരു വീടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഒരുപാട് പൂക്കളും പിന്നെ ചിറകൊക്കെ ഉള്ള ഒരു എന്താ പറയാ മഷ്റൂമിന്റെ വീടാണിത്. ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ അവിടെ ചെടി നടാനായിട്ട് വരികയാണ് അല്ലേ? ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഇതിന്റെ മുഖമൊക്കെ നോക്കി എന്ത് രസമാണ്. അങ്ങനത്തെ ഒരു മുടിയല്ലോ, ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാൻ ഈ കളർ ഇവിടെ കൊടുത്ത സമയത്ത് ഫസ്റ്റ് ഞാൻ ഇത് മാത്രമല്ല വരച്ചുള്ളൂ. പിന്നെ ലാസ്റ്റിലേക്ക് ഞാൻ ഇത് വരച്ച് ഇങ്ങനെ കളർ ചെയ്തപ്പോ ഈ ബട്ടർഫ്ലൈനെ മര്യാദയ്ക്ക് കാണുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. നല്ലത് കാണിച്ചു കൊടുത്തവർക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ള മുകളിൽ ഒരു ബട്ടർഫ്ലൈ ആണ് ഗൈസ്. അങ്ങനെ ബട്ടർഫ്ലൈന്റെ വീട്ടിൽ ഒരുപാട് പൂക്കളുണ്ട്. വേറെ എവിടെയും ബട്ടർഫ്ലൈക്ക് ഫുഡിന് വേണ്ടി പോവേണ്ട ആവശ്യമില്ല ഗൈസ്. പിന്നെ അത് അവിടെ ഒരുപാട് പൂക്കൾ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിറച്ചും ചെടികളാണ്. ചെടികൾ പറഞ്ഞാൽ പുല്ലുകളാണ്. പിന്നെ ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ട് ഇത് അവിടെ കല്ലുകളുണ്ട്, ഇങ്ങനെ സ്റ്റെപ്പ് പോലെയല്ലേ വീട്ടിലേക്കുള്ള വഴി. പിന്നെ ഞാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മരം വരയ്ക്കണം, എന്നിട്ട് അതിൽ ഇങ്ങനെ പൂക്കൾ കൊഴിയുന്ന പോലെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറെ ബട്ടർഫ്ലൈ പാറി പോകുന്ന വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നിനും സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വരച്ചില്ല ഗൈസ്. 2 നിലയുള്ള വീടാണ്. അതെ, 2 നിലയുള്ള വീടാണ്. അപ്പൊ ഇതാണ് ഗൈസ് ഇന്റെ ഫാന്റസി വേൾഡ്. ഗൈസ് അപ്പൊ ഇതാണ് ഇന്റെ ഫാന്റസി വേൾഡ്. ഇന്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിൽ ജീവിക്കുന്ന ആർക്കൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള വീടുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊരു വീടാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഒരു നീല ഡോറൊക്കെ ആയിട്ട് ഫുൾ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീടാണിത്. മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഫ്രെയിം മൊത്തം ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട്. ഈ മരത്തിന്റെ ഇവിടെ നിന്ന് ഒരു ഊഞ്ഞാലുണ്ട്. പിന്നെ കൂണുകളിലെ കുറെ വീടുകളുണ്ട്. ഇവിടെ റെന്റിന് കൊടുത്താണ്. ഇവിടെ കൂണില് 2 വീടുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. പിന്നെ ഈ വീട്ടിലേക്കുള്ള പാതയാണിത്. പിന്നെ ഇതിൽ വലിയ ആർക്കോ താമസിക്കാനുള്ള വീട്. അതെ, വലിയ ആർക്കോ താമസിക്കാനുള്ളതാണ്. ഞാൻ പറയുമ്പോ വലിയൊരു അണ്ണാന്റെ കൂട്ടത്തിലുള്ള ഒരു രാജാവണ്ണാന് താമസിക്കാനുള്ള ഒരു വീട് പോലെ. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണ്ണാൻ ഇങ്ങനെ എത്തി നോക്കാനുള്ള ലൈറ്റിന്റെ ഉള്ളിലപ്പോ ആളുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ആണ് കാണുന്നത്. അതെ, മഞ്ഞ ലൈറ്റ് ആണ്. പണ്ടൊക്കെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ മഞ്ഞ ലൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ മഞ്ഞ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ ഒരു ഫാന്റസി വേൾഡ്. അതായത് ഒരു മരത്തിൽ ഒരു കുഞ്ഞി അണ്ണാനുള്ള ഒരു കുഞ്ഞി അണ്ണാൻ എന്ന് പറഞ്ഞാൽ അണ്ണാൻ രാജാവിന്റെ ഒരു വീടും
വീടും പിന്നെ ചുറ്റുപാടുമാണ് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഗൈസ് ഈ 3 ഫാന്റസി വേൾഡിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. അവരായിരിക്കും ഗൈസ് ഈ ചാലഞ്ചിൽ വിന്നർ. ഞങ്ങൾക്ക് 3 പേരും ഇഷ്ടമായിട്ടുണ്ട്. ഓരോരുത്തരും ഓരോരോ രീതിയിൽ ഭംഗിയുണ്ട്. പല തീമിലാണ് 3 വന്നിട്ടുള്ളത്, അല്ല 3 തീമിലാണ് 3 വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. പിന്നെ ഞങ്ങൾ വരച്ച പിക്ചർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.